ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കിറ്റ് വായിക്കാനാണ് വന്നേക്കണേ. അപ്പം നിങ്ങൾക്ക് കിറ്റ് എന്തൊക്കെയാണ് കാണണ്ടേ, കിറ്റിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പം നമുക്ക് കിറ്റിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാവേ. ഞാനല്ല, അമ്മ പറഞ്ഞു തരുവേ, കേട്ടോ. ഇനി അമ്മയ്ക്ക് സംസാരിക്കാമല്ലോ, അമ്മ സംസാരിക്കാം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ഫ്രീ കിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളോട്ട് വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. ഓണം വരെ ഉള്ള ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓണം കഴിഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ വാട്സപ്പ് ചെയ്യുന്നവർക്ക് നമ്മൾ സാധനം അയക്കുന്നു, അങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ. വീഡിയോസും കാര്യങ്ങൾ ഒന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റോക്കൊന്നും പിന്നെ വന്നിട്ടില്ല. ഉള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ ഉള്ളൂ, പുതിയ സ്റ്റോക്കുകളൊന്നുമില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ട് പിന്നെ അതൊന്നും സ്റ്റോക്ക് എടുത്തിട്ടില്ല. പിന്നെന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, അപ്പം നമ്മളൊരു കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയ്ക്ക് നമ്മൾ കുറേ പേര് മെസ്സേജ് അയച്ചേ, എന്തായി കിറ്റൊന്നും ഇല്ലേ, ഞെറുക്കെടുപ്പില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം കിറ്റിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ഇതുവരെയ്ക്ക് സമയം കിട്ടിയില്ല. കിറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നൊക്കെ തുടങ്ങിയ കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു വലിയ എമൗണ്ടിലെ കിറ്റൊന്നും നമുക്കങ്ങനെ എന്താണ് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനൊന്നുമുള്ളൊരു ഇതൊന്നും ഇപ്പം നമുക്ക് എന്തായാലും ഇല്ല. അപ്പം ഉള്ള ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മളൊരു ചെറിയ കിറ്റ് അടിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കിറ്റിന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ ഒരു 150 പേരോളം അന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഇട്ടവർക്കെല്ലാം ഞാനിങ്ങനെ ഓരോരുത്തർക്കും ഓരോ നമ്പർ വെച്ചിട്ടിങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരാളെ ഞെറുക്കെടുത്തിട്ട് ഇന്നത്തെ കിറ്റ് കൊടുക്കാം. വേറെന്താണ് പറയാനുള്ളത്? പിന്നെ എന്താണ്, സ്റ്റോക്ക് പുതിയ ഐറ്റംസ് ഒന്നുമില്ല. നമ്മളെ കയ്യിൽ ഉള്ള ഐറ്റംസൊക്കെ തന്നെയാണ് ഉള്ളത്. പുതിയതായിട്ടൊന്നും മീൻസ് പുതിയതായിട്ടൊരു ഐറ്റം വന്നിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാനും പിന്നെ വിചാരിച്ചത് എന്തെങ്കിലും നമ്മൾ ഗ്ലിറ്റർ പൈപ്പും അതുപോലെ മുല്ലമുട്ടുമൊക്കെ പോലെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മൾ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ സാധനം വാങ്ങുന്നവരൊക്കെ അവർ ഇതുപോലെ കാറ്റലോഗ് നോക്കിയിട്ടൊക്കെ സാധനം വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ആമി ഇന്ന് പഠിക്കാൻ പോയിട്ടില്ല. ഇന്ന് ആമിക്ക് പഠിത്തമില്ല, സ്കൂളിൽ നിന്ന് ടൂർ പോയൊക്കെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ആമി ഞാനും കൂടെ ചെറിയൊരു പോട്ടി നടന്ന് ആമി എൻ്റെ കമ്മലിലെ മുത്തിളക്കി. അപ്പോൾ ആമിക്ക് ഞാനൊരു കൊട്ട് കൊടുത്ത്. അപ്പോൾ ആമി കരയണം, നോന്നിരിക്കും പൊന്നാ. പോട്ടെ ക്ഷമിക്കുക, അമ്മയല്ലേ, അമ്മ തമാശക്കല്ലേ, പോട്ട്. അത് കടിക്കുന്ന സാധനമല്ല, എന്തോന്നാണ്, ചെറിയ മണ്ണരയുടെ കുഞ്ഞ് അതുവഴി പോകുന്ന കണ്ടിട്ടാണ്. അത് കടിക്കണമല്ല, അത് മണ്ണിൻ്റെ അടിയിൽ കൂടെ നമ്മൾ അങ്ങനെ നടന്നു പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഞെറുക്കെടുപ്പെന്ന് പറഞ്ഞാൽ, എനിക്ക് ഞെറുക്ക് എഴുതാനും ഇടാനും ഒന്നും വയ്യായിട്ടാ. അപ്പോൾ ആമിയെ കൊണ്ടാണ് ഞെറുക്കിടിപ്പിക്കുന്നത്. ഞെറുക്കിടിപ്പിക്കുകയല്ല, ആമിയെ കൊണ്ട് നമ്മൾ, ആമിക്ക് എണ്ണ അറിയാലോ, 1 മുതൽ 150 വരെ അറിയാവോ? അപ്പം അതിനിടയ്ക്കുള്ളൊരു സംഖ്യ മോള് പറയണം. നമ്മളെൻ്റെ കൂടെ ഒരു മരക്കൊമ്പിലായിരുന്നത് കേട്ടോ, ഒരു മുറിച്ചിട്ട മരത്തിന്റെ പുറത്താണ് നമ്മളുടെ കൂടെ പൊങ്ങിപ്പോയി. ഞാൻ നോക്കിയപ്പോ ആമീന് എന്റെ കാല് മാത്രം മുങ്ങിയിരിക്കുന്നു. പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് ചിരിക്കാം. അപ്പൊ നമുക്ക് ആമിയാണ് നമ്മളെ ഞെറുക്ക് പറയുന്നത്. അപ്പൊ ആമി 1 മുതൽ 150 ഇടയിലുള്ള ഒരു സംഖ്യ പറയണം. അല്ലെങ്കിൽ മോൾ ഇങ്ങനെ അതിങ്ങനെ എണ്ണണം. ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണുമ്പോഴത്തേക്ക് അമ്മ അതിൽ സ്റ്റോപ്പ് പറയാം. എന്ത് വേണം? സ്റ്റോപ്പ് പറഞ്ഞാൽ എനിക്കിനി ഞെറുക്ക് എഴുതാനൊന്നും വയ്യ ആമിക്കുട്ട. അപ്പൊ എനിക്കിനി ഞെറുക്ക് എഴുതാനൊന്നും വയ്യ. അപ്പം ഞാനും ആമിയും കൂടെ വേറൊരു കാര്യം തീരുമാനിച്ച്, ഞാൻ എണ്ണാം, ആമി സ്റ്റോപ്പ് പറയാന്ന്. കാരണം ആമി എണ്ണുമ്പോൾ ഞാൻ സ്റ്റോപ്പ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ആളിൻ്റെ മുൻപിൽ കരുതി. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ ആരെയും അറിഞ്ഞുകൂടേട്ടാ, കുറേ ആളായില്ലേ. ആ കമൻ്റൊക്കെ ഒന്നുകൂടെയൊക്കെ നോക്കിയാലേ അത് ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റൂ.
അപ്പം ഞാൻ എന്നായാലും എണ്ണാം. അപ്പം ആമി സ്റ്റോപ്പ് പറയണേ. ആമിക്ക് മതിയെന്ന് തോന്നുമ്പോൾ ആമി സ്റ്റോപ്പ് പറയണം. ഓക്കെ. എൻ്റെ വായിക്കുമ്പോൾ ഞാൻ സ്റ്റോപ്പ് പറയും. ഞാനും എണ്ണും. അല്ല, അമ്മ എണ്ണുമ്പോൾ മോൾ സ്റ്റോപ്പ് പറഞ്ഞാൽ മതി. ഓക്കെ. മോൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ സ്റ്റോപ്പ് പറയണേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 32 അല്ല പറഞ്ഞ 33 34 35 36 37 38 39 40 41 42 43 44 45 46 നീ എണ്ണണ്ട കൂടാ. 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 and 100. സ്റ്റോപ്പ്. 100 തെറ്റിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് പറഞ്ഞു ഗൈസ്. അപ്പോൾ 100-ലാണ് സ്റ്റോപ്പ് പറഞ്ഞേക്കുന്നത്. 100 ആരാണെന്ന് എനിക്കറിയില്ല. 100 ആരാണെന്നുണ്ടെന്ന് വെച്ചാൽ അവർ കമൻറ്റ് ചെയ്യുക. അവർ 100 ആണ് നമ്മളെ വിജയി. അപ്പോൾ 100 കിട്ടിയ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. 150 വരെയാണ് ഞാൻ കമൻറ്റ് ഇട്ടതിന് നമ്പർ കൊടുത്തതെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ 100 ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് നോക്കുക. 100 എന്ന നമ്പർ ഞാൻ അങ്ങോട്ട് റിപ്ലൈ ഇട്ട് ആരാണെന്ന് വെച്ചാൽ അവർ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിജയെ പ്രഖ്യാപിച്ച് 100 ആണ്. 100 ആരാണെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് നോക്കുക. നിങ്ങളിൽ ആരാണെന്ന് വെച്ചാൽ അവർ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് വേറൊരു വിജയിയെ തിരഞ്ഞെടുക്കാം. ഓക്കെ, അതുപോലെ. അപ്പം ഫുള്ള് നമ്മളിങ്ങനെയുള്ള പെട്ടെന്നുള്ള പരിപാടിയാണ് കേട്ടോ. ബൈ ബൈ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഇതൊക്കെയാണ് നമ്മൾ ഫ്രീ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഒരു ഫോം ഷീറ്റ് ഉണ്ടാവും, പിന്നെ ബീഡ്സ് ആണ്, പലതരം ബീഡ്സ് ഉണ്ടാവും. പിന്നെ ദാ ഫോം ഫ്ലവറിൻ്റെ 3 ബഞ്ച് ഉണ്ടാവും, മെറ്റൽ ബോ 3 എണ്ണം കാണും, പിന്നെ കോപ്പർ ബോ 5 എണ്ണം, പിന്നെ അതിനാവശ്യമായിട്ടുള്ള എൻഡ് ടേപ്പ്, പിന്നെ 2 പോളൻ, പിന്നെ 3 റിബൺ, അതുപോലെ കുറച്ച് സാധനങ്ങൾ, പിന്നെ എന്താണ് സെൻറ്റർ ക്ലിപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. എന്തൊക്കെയാണെന്ന് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഇന്നത് എടുക്കണമെന്നൊരു പ്രതീക്ഷയോട് കൂടിയൊന്നും എടുത്തതല്ല. എൻ്റെ കൈ കിട്ടി എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതൊരു കിറ്റാക്കാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ ഈ ബീഡ്സൊക്കെ ഇത് മിക്സായി കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ കവറിൽ നമ്മൾ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കൊടുത്ത് അളവ് എടുത്ത് കൊടുത്ത് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിയെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആരാണെന്ന് വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇത്രയാണ് ഐറ്റംസ്.